സാമുദായിക നേതാക്കളുമായുള്ള ബന്ധത്തിൽ വിള്ളൽ വന്നു എന്ന കെ മുരളീധരന്റെ പരാമർശത്തെ തള്ളി എം ഹസൻ. സാമുദായിക സംഘടനകളുമായി യുഡിഎഫിന് ഇപ്പോഴും നല്ല ബന്ധം. സാമുദായിക സംഘടനകളോട് സിപിഎമ്മിനും ബിജെപിക്കും ഒരേ നിലപാടാണ്. പാർട്ടി നിയമസഭാ കക്ഷി നേതൃത്വത്തിന് പരിചയക്കുറവുണ്ട്. കെ കരുണാകരനെയും എ കെ ആന്റണിയെയും പോലുള്ളവർ ഇരുന്ന സ്ഥാനങ്ങളിൽ ആ കുറവ് സ്വാഭാവികമെന്നും എം ഹസൻ പറഞ്ഞു. അത് മുരളീധരന്റെ അഭിപ്രായമൊന്നും ശരിയല്ല. നിരന്തരമായി ഇപ്പോഴത്തെ നേതൃത്വം ഞങ്ങളെല്ലാവരും, ഞാനടക്കം, ഈ നമ്മുടെ പ്രധാനപ്പെട്ട എല്ലാ സമുദായങ്ങളുടെയും നേതാക്കന്മാരുമായി അവരുടെ സംഘടനകളുമായി സൗഹൃദം എന്ന് പറയുന്നത് രാഷ്ട്രീയ ചർച്ചയല്ലല്ലോ. അത് എല്ലാ കാര്യങ്ങളിലും ഞങ്ങളെല്ലാവരും നിലനിർത്തുന്നുണ്ട്. ഇപ്പം തന്നെ നമ്മൾ നിരവധി ഇപ്പോൾ ഈ ജനുവരി മാസത്തിലൊക്കെയാണ് ശിവഗിരി തീർത്ഥാടനം, അപ്പോഴാണ് മന്നം ജയന്തി. അതുപോലെ തന്നെ ക്രൈസ്തവ ബിഷപ്പന്മാരെ ഞങ്ങൾക്ക് ഈ പല സമയത്തും ഈ ക്രിസ്തുമസുമായി ബന്ധപ്പെട്ട് നടത്തിയ അവരുടെ സ്വീകരണം, ഇതിലെല്ലാം ഇപ്പോഴത്തെ ഞങ്ങളെല്ലാവരും പങ്കെടുക്കുന്നുണ്ട്. മുരളീധരനും പങ്കെടുത്തിരുന്നു. പിന്നെ മുമ്പ് കാലത്ത് വളരെ കെ കരുണാകരനും എ കെ ആന്റണിയുമുള്ള കാലത്ത് സി കെ കരുണാകരനായിരുന്നു. ഇപ്പോൾ ഉള്ള നേതാക്കന്മാരെല്ലാവരും അവരുമായി ബന്ധപ്പെടുന്നുണ്ട്. മുരളി ഇടയ്ക്കിടയ്ക്ക് ചില അഭിപ്രായങ്ങൾ പറയുമ്പോൾ അത് യാഥാർത്ഥ്യവുമായി നിരക്കാത്ത ചില അഭിപ്രായങ്ങളോട് നമുക്ക് യോജിക്കാൻ പറ്റില്ല. പക്ഷെ നിങ്ങൾ ചോദിച്ചുകൊണ്ട് പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. എല്ലാ മതസംഘടനകളുമായും സമുദായ സംഘടനകളുമായി അവരുടെ പ്രവർത്തനങ്ങളുമായിട്ടൊക്കെ ഇന്നത്തെ നേതൃത്വം പരിപൂർണമായി ബന്ധപ്പെടുകയും സഹകരിക്കുകയും ചെയ്യുന്നു. പറഞ്ഞത് ഈ എ കെ ആന്റണിയുടെ കാലത്തും കർണാടക കാലത്തൊക്കെ കുറച്ചുകൂടെ വളരെ പരിചിതരായ നേതാക്കളായിരുന്നു. ഏത് സാമൂഹ്യ സാഹചര്യം വന്നാലും അതിനെങ്ങനെ ടാക്കിൾ ചെയ്യണമെന്ന് അറിയാമായിരുന്നു. ഇപ്പോഴത്തെ നേതൃത്വത്തിന് അങ്ങനെ ഒരു പരിചയക്കുറവ് ഒരു പ്രശ്നം ഉണ്ടാക്കുന്നത് പരിചയക്കുറവല്ല, അവരെത്ര കാലത്തെ എത്ര പതിറ്റാണ്ടുകളുടെ പ്രവർത്തനത്തിന്റെ ഫലമായിട്ടാണ് സി കെ കരുണാകരൻ മുഖ്യമന്ത്രി പാർലമെന്ററി പാർട്ടി ലീഡറായത്. എ കെ ആന്റണിയെ കെ എസ് യുവിന്റെ പ്രസിഡന്റായി, യൂത്ത് കോൺഗ്രസിന്റെ പ്രസിഡന്റായി, കേരളത്തിന്റെ മുഖ്യമന്ത്രിയായി വന്ന ആളാണ്. അപ്പൊ അതിപ്പോ ഒരു കെ കെ ആന്റണിയോടും കെ കരുണാകരനോടും ഇപ്പോഴത്തെ നേതൃത്വത്തെ ആരും താരതമ്യം ചെയ്യാൻ തയ്യാറാവില്ല. ഇവര് കുറെ കാലം കഴിയുമ്പോൾ ആ നിലയിലേക്കൊക്കെ എത്തും. ഇവരേറ്റെടുത്ത ഉത്തരവാദിത്വം അവർ തൃപ്തികരമായി നിർവഹിക്കുന്നുണ്ടോ എന്നുള്ളതാണ്. അതിനാണ് കൂടിയാലോചനകൾ വേണം. പാർട്ടിക്കകത്ത് ഇത്തരം കാര്യങ്ങൾ നിരന്തരമായി ചർച്ച ചെയ്യണമെന്നെല്ലാം തീരുമാനിച്ചിട്ടുള്ളതാണ്. അത് ഫലപ്രദമായി നടക്കണം. മുരളി പറഞ്ഞ ആ ഒരു ഭാഗമേ ഞാൻ യോജിക്കുന്നുള്ളൂ. കാരണം നിരന്തരമായി സാമൂഹ്യ രാഷ്ട്രീയ പ്രശ്നങ്ങളെക്കുറിച്ച് രാഷ്ട്രീയകാര്യ സമിതി, KPCC എക്സിക്യൂട്ടീവ്, UDFന്റെ സംസ്ഥാന സമിതി ഇതൊക്കെ കൂടി നിരന്തരമായി ചർച്ച ചെയ്യും. ആ പ്രശ്നങ്ങൾ അഡ്രസ് ചെയ്യാനുള്ള പരിപാടികൾ ഇടുകയും വേണം. അതിന്റെ അഭാവം കുറച്ചുണ്ടെന്നുള്ളത് ഞാൻ സമ്മതിക്കും.